NGC ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂൾ 6 സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. യൂണിറ്റ് 10 ലെസൺ 1. സോ നമുക്ക് ടെക്സ്റ്റ് വഴി തന്നെ പറഞ്ഞു പോകാം. ബോഡി സ്പീക്സ് മോർ eloquently than words. People comprehend through observing the speaker rather than merely listening to the words spoken loudly. Soft skills are about working on your personality, your behavior patterns, your communicative skills, and interpersonal skills. You may not be getting grades for your soft skills as against your hard skills, which involve direct evaluation methods. Soft skills become more crucial because it involves your emotional and social intelligence as well. അപ്പോൾ എന്താണ് പറയുന്നത്? ബോഡി സ്പീക്സ് മോർ eloquently than വേർഡ്സ്. നമുക്ക് അറിയാവുന്നൊരു കേസാണ്. പലപ്പോഴും എന്താണ് വാക്കുകളെക്കാളും ശക്തമായി സംസാരിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തികളായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സിനിമകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ചില ആൾക്കാർ നമ്മളിപ്പോൾ സിനിമാ നടന്മാരൊക്കെ നമ്മൾ പറയും, മമ്മൂട്ടിയൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, കണ്ണുകൾ പോലും അഭിനയിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പറയും. പല സീനുകളിലും അല്ലെങ്കിൽ വളരെ ഗ്രാവിറ്റി ഉള്ള സീനുകളിലൊക്കെ എന്താണ്, ഡയലോഗ് ആയിരിക്കില്ല, പകരം അവരുടെ ആ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് ആ ഒരു നേരത്തെ ആ ഒരു ആക്ടിങ്, അതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു സീനിനെ അത്രയും വേറൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. സോ അവിടെ ഒന്നും എന്തിന്റെ ആവശ്യമില്ല, വേർഡ്സിന്റെ യൂസ് ഇല്ല. വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാളും ശക്തമായിട്ടുള്ള രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തെ കൊണ്ട് സാധിക്കുന്നത്. And people comprehend through observing the speaker rather than merely listening to the words spoken loudly. അപ്പോൾ പലപ്പോഴും എന്താണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എന്തിലൂടെ മാത്രമായിരിക്കില്ല, നമ്മുടെ ആ ഒരു പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സ്പീക്കർ പറയുന്ന അല്ലെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന വാക്കുകളിലൂടെ മാത്രമായിരിക്കില്ല, പകരം എങ്ങനെ കൂടി ആയിരിക്കും, ആ ഒരു പറയുന്ന വ്യക്തി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന വ്യക്തിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടും കൂടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിനാണ് നമ്മളിപ്പോ നല്ലൊരു ടീച്ചർ ആണെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് പറയും, ക്ലാസ്സിലാണെങ്കിൽ പറയും, നിങ്ങൾ ബുക്ക് തൽക്കാലം ഇപ്പൊ നോക്കണ്ട, തൽക്കാലം ഇപ്പോ എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുക്ക് നോക്കാനുള്ള സമയം തരാം, ഇപ്പൊ തൽക്കാലം ബുക്ക് അടച്ചു വെച്ച് എന്നെ ശ്രദ്ധിക്കൂ എന്ന് പലപ്പോഴും ടീച്ചേഴ്സ് പറയാൻ നമുക്ക് കേൾക്കാം. സോ നമ്മളിപ്പോ വാക്കുകൾ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ടീച്ചറിനെ അങ്ങനെ നോക്കണമെന്നുള്ള ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ കൊറോണയൊക്കെ വന്ന ആ ഒരു പാൻഡമിക്കിന്റെ കേസിൽ എന്ത് ചെയ്തു, നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ് ആയി, നമ്മൾ മികച്ച രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും എന്ത് പറയുന്നു, സ്കൂളും കോളേജും പ്രത്യേകിച്ച് കോളേജൊക്കെ വളരെയധികം നേരത്തെ തന്നെ തുറക്കണം എന്നുള്ള ഇത് പറയുന്നു. കാരണം എന്താണ്, ആ ഒരു ടീച്ചറിന്റെ വാക്കുകൾ കൊണ്ട് മാത്രം എന്ത് ചെയ്യണം എന്നില്ല, നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഇല്ല. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ എന്ത് തന്നെ വേണം, ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ എന്താണ് ഒരു ക്ലാസ് മുറി തന്നെ വേണം. അതിൽ നമ്മൾ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ പഠിപ്പിക്കുന്നത് നേരിട്ട് കണ്ട് അത് ഒബ്സർവ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. സോ അതൊക്കെ ആണ് പറയുന്നത് എന്താണ്, പീപ്പിൾ കോംപ്രഹെൻഡ് ത്രൂ ഒബ്സർവിംഗ് ദ സ്പീക്കർ റാദർ ദാൻ മെർലി ലിസണിംഗ് ടു ദ വേർഡ്സ് സ്പോക്കൺ ലൗഡ്ലി. ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന വാക്കുകളെക്കാളും പറയുന്ന വ്യക്തിയെ മൊത്തത്തിൽ ഒന്ന് നോക്കി ഒബ്സർവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആൾക്കാർ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. And soft skills are about working on your personality, your behavior patterns, your communicative skills and interpersonal skills. അപ്പൊ 4 പ്രധാനപ്പെട്ട മേഖലകളിലാണ് എന്ത് വരുന്നത്, സോഫ്റ്റ് സ്കിൽസ് വരുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, യുവർ പേഴ്സണാലിറ്റി, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായിട്ടുള്ള നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടാകും, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകും. സോ ഈ ഒരു പേഴ്സണാലിറ്റിയുടെയും അതുപോലെ തന്നെ യുവർ ബിഹേവിയർ പാറ്റേൺസ്, നമ്മുടെ ഓരോരോ ശൈലികൾ ഉണ്ടാകും, നമുക്ക് ഓരോരോ ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളൊക്കെ ഉണ്ടാകും. സോ അത്തരത്തിലുള്ള നമ്മുടെ ബിഹേവിയർ പാറ്റേൺസ്. മൂന്നാമത്തത് യുവർ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, നമുക്കിപ്പോൾ ഒരു ഭാഷ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാമോ ഇല്ലേ എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ലാംഗ്വേജിലുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ. പല ടീച്ചേഴ്സിനും എന്ത് ചെയ്യാൻ വളരെ ബോറായിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാനും അതേ ടോപ്പിക്ക് മറ്റൊരു ടീച്ചറിനെ കൊണ്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചറിനെ കൊണ്ട് വളരെയധികം എന്റർടൈനിങ് ആവുന്ന രീതിയിൽ എടുക്കാനും പറ്റും. സോ ഇതാണ് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ എൻഗേജ് ചെയ്യുമ്പോഴൊക്കെയുള്ള നമ്മുടെ ഓരോ കാര്യങ്ങൾ. സോ
ഉള്ള 4 മേഖലകളിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ ബിഹേവിയർ പാറ്റേൺസിൽ, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസിൽ ആൻഡ് നമ്മുടെ ഇന്റർപേഴ്സണൽ സ്കിൽസിൽ, ഈ 4 മേഖലകളിലും ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു മേ നോട്ട് ബി ഗെറ്റിംഗ് ഗ്രേഡ്സ് ഫോർ യുവർ സോഫ്റ്റ് സ്കിൽസ് ആസ് അഗൻസ്റ്റ് യുവർ ഹാർഡ് സ്കിൽസ് വിച്ച് ഇൻവോൾവ് ഡയറക്റ്റ് ഇവാലുവേഷൻ മെത്തേഡ്സ്. അപ്പൊ നമ്മുടെ ഹാർഡ് സ്കിൽസ് ആയിട്ടുള്ള റീഡിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ എന്താണ് പറയുന്നത്, സോഫ്റ്റ് സ്കിൽസിലൂടെ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കണമെന്നില്ല. കാരണം എന്താണ്, സോഫ്റ്റ് സ്കിൽസ് ഒരാൾ കൃത്യമായിട്ട് ദീർഘനാളായിട്ട് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൂടെ നമുക്ക് സോഫ്റ്റ് സ്കില്ലിനെ ഇവാലുവേറ്റ് ചെയ്യും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്ന അതിൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാർഡ് സ്കിൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും ഗ്രേഡ് ചെയ്യാനും മാർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഇംപ്രൂവ് ചെയ്തു എന്നതുകൊണ്ട് എന്ത് ചെയ്യണം എന്നില്ല, നമുക്ക് മാർക്കുകൾ ലഭിക്കണമെന്നില്ല. And in the soft skills became more crucial because it involves your emotional and social intelligence as well. പക്ഷെ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, നമുക്ക് എന്താണ് പലതരത്തിലുള്ള ഇമോഷണൽ അവസ്ഥയിലൂടെയും അല്ലെങ്കിൽ എന്താണ് പല സാഹചര്യങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സമൂഹവുമായിട്ട് ഇടപഴകുമ്പോൾ എന്ത് ചെയ്യാൻ, അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ബന്ധം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. And soft skills are developed over a period of time through life situations and social interaction. Nature and nurture play equally important roles in this context. As an adult, one can improve one's life skills by becoming aware of oneself and working towards correcting them. Soft skills can be developed through constant practice, and repeated patterns of behavior will get ingrained into a person's character. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ് സ്കിൽസ് ആർ ഡെവലപ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ത്രൂ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. നമുക്ക് പെട്ടെന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിച്ചെടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചെടുക്കുന്നത് പോലെയോ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്തെന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് വളരെയധികം സമയമെടുത്ത് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിലൂടെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ, അതായത് എന്താണ് സമൂഹവുമായിട്ടുള്ള ഓരോ ഇടപഴകലിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. നേച്ചർ ആൻഡ് നർച്ചർ പ്ലേ ഈക്വലി ഇമ്പോർട്ടന്റ് റോൾസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. And as an adult, one can improve one's life skills by becoming aware of oneself and working towards correcting them. അതായത് എന്താണ്, ഒരു മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ പക്വതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് ചെയ്യണം, സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, സ്വയം എന്ത് ചെയ്യുക, ഒരു അവലോകനം നടത്തി അതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താണ് മറ്റൊരാൾ, ഇപ്പോൾ പല ആൾക്കാരുമുണ്ട്, നമ്മളൊരാളെ എന്താണ് അവരുടെ നല്ലതിന് വേണ്ടി നമ്മൾ അവരുടെ ഒരു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഒട്ടും സഹിക്കാത്ത അല്ലെങ്കിൽ എന്താണ് ഒട്ടും ടോളറേറ്റ് ചെയ്യാത്ത വളരെയധികം വളരെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു മുതിർന്ന വ്യക്തി എന്ന നിലയിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ഫീഡ്ബാക്കിൽ നിന്ന് നമ്മളെ തന്നെ എന്ത് ചെയ്യണം, സ്വയം ഒരു അവലോകനം നടത്തണം. നമ്മൾ സ്വയം എന്ത് ചെയ്യണം, ഒരു തിരിച്ചറിവ് ഉണ്ടാക്കണം. ആൻഡ് അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. Soft skills can be developed through constant practice, and repeated patterns of behavior will get ingrained into a person's character. അപ്പൊ എന്താണ്, നമ്മൾ തുടരെയുള്ള പ്രാക്ടീസിങ്ങിലൂടെയും അതുപോലെ തന്നെ എന്താണ് അത് നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിന്റെ തന്നെ ഭാഗമാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാരക്ടറിനെ എന്ത് ചെയ്യാൻ സാധിക്കും, മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതിനുള്ള ആ ഒരു സ്കില്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഫ്റ്റ് സ്കിൽസ് എന്നുകൊണ്ട് പറയുന്നത്. A student ought to take a look at the mirror before she starts working on her soft skills. You can talk to the mirror or read out loud in front of the mirror. Do you look confident? Do you look sure of yourself? Non-verbal communication helps you convey very effectively, and one has to master it to become സക്സസ്ഫുൾ ഇൻ ലൈഫ്. അപ്പൊ എന്താണ് പറയുന്നത്, ഒരു സോഫ്റ്റ് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കണ്ണാടിയുടെ മുന്നിൽ സ്വയം എന്ത് ചെയ്യണം, ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഒരു സ്വയം ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള സ്വയം എന്ത് ചെയ്യണം, നമ്മൾ സ്വയം ചോദ്യം ചെയ്യണം എന്നാണ്
പറയുന്നത്. ആൻഡ് എന്ത് ചെയ്യണം, നമ്മളിപ്പോ മുമ്പ് ആ ഒരു സ്പീക്കിംഗ് സ്കിൽസ് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്പീച്ചൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് കോൺഫിഡൻസ് വരുത്താനും അതുപോലെ തന്നെ നമുക്ക് പല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ സാധിക്കും. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് എവിടെയും പറയുന്നത് എന്താണ്, ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് യു കൺവേ വെരി എഫക്റ്റീവ്ലി ആൻഡ് വൺ ഹാസ് ടു മാസ്റ്റർ ഇറ്റ് ടു ബിക്കം വെരി സക്സസ്ഫുൾ ഇൻ ലൈഫ്. അപ്പൊ നമ്മുടെ ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു വെർബൽ കമ്മ്യൂണിക്കേറ്റിംഗ് മാത്രം ശരിയായതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ആ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേറ്റിംഗ്, അതായത് എന്താണ്, നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് ആയാലും ഐ കോണ്ടാക്ടിങ് ആയാലും, സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്, നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആയി മാറാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. സോ അതിന് മേജർ സോഫ്റ്റ് സ്കിൽസിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് പോസ്ചർ, ജസ്റ്റർ ആൻഡ് ഐ കോണ്ടാക്ട് ആണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.